We are going to start. Take page number 30, section 2, our new chapter, Around the World in 80 Days. Around the World in 80 Days. It's a play. This chapter is a play. Okay, play ആണ്. Play നമ്മൾ പഠിച്ചതാണ് മുന്നേ. Okay then. Jules Verne was a French writer. Who is Jules Verne? He is a French writer. Jules Verne was a French writer. ഫ്രഞ്ചിലെ ഒരു എഴുത്തുകാരനായിരുന്നു ആര്? ജൂൾസ് വെർനെ. Who wrote many books on adventure, travel, exploration and science fiction. Who wrote many books? ഏതൊക്കെ ബുക്സ് എഴുതിയിട്ടുള്ളത്? അഡ്വഞ്ചർ എന്ന് വെച്ചാൽ എന്താ? അഡ്വഞ്ചർ മീൻസ് വാട്ട്? സാഹസികതയാണ് അല്ലേ? ട്രാവൽ എന്താ? ട്രാവൽ മീൻസ് വാട്ട്? ട്രാവൽ എന്ന് വെച്ചാൽ യാത്ര. Then exploration, സഞ്ചാരാണ്. രാജ്യം ഒട്ടുക്കെ സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ? നമ്മളെല്ലാം അടുത്തറിയാൻ വേണ്ടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്ന പോലെ എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോർ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? എക്സ്പ്ലോർ ചെയ്യുക, സൂക്ഷ്മം പരിശോധിച്ച് കണ്ടെത്തുക, എക്സ്പ്ലോർ ചെയ്യുക, സഞ്ചരിച്ച് കണ്ടെത്തുക, എക്സ്പ്ലോർ ചെയ്യുക. Then സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷൻ ഒക്കെ നിങ്ങൾ ഇപ്പൊ പഠിക്കില്ല, അവര് കുറച്ചുകൂടി വലുതാവട്ടെ. ഓക്കെ, സയൻസ് ഫിക്ഷൻ. അപ്പൊ എന്തൊക്കെ ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്? അഡ്വഞ്ചർ. He wrote many books on adventure, travel, exploration and science fiction. In 1873, 1873, he wrote an exciting book called Around the World in 80 Days. 1873 അദ്ദേഹം എന്താ ചെയ്തത്? He wrote an exciting book called Around the World in 80 Days. What is the title of our chapter? Around the World in 80 Days. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1873 ഒരു എക്സൈറ്റിംഗ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് Around the World in 80 Days. അല്ലേ? The book describes the adventures of a gentleman named Mr. Phileas Fogg and his servant Passepartout, who set off a journey around the world because Fogg placed a bet with his friends that he could do it in 80 days. എന്താന്ന് മനസ്സിലായോ എന്തെങ്കിലും? The book describes the adventures of a gentleman named Mr. Phileas Fogg and his servant Passepartout. Okay, ഈ ബുക്ക് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ജെന്റിൽമാന്റെ സ്റ്റോറിയാണ് അല്ലെ? ഒരു ജെന്റിൽമാന്റെ അഡ്വഞ്ചേഴ്സ് ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ജെന്റിൽമാൻ? ഫിലിയാസ് ഫോഗ്. ഫിലിയാസ് ഫോഗ് എന്നൊരു ജെന്റിൽമാന്റെയും അദ്ദേഹത്തിന്റെ സെർവന്റ് ആയ പാസപ്പാറ്റൌട്ട് എന്ന സെർവന്റിന്റെയും അഡ്വഞ്ചറസ് ജേർണിയാണ്. എപ്പോ സ്റ്റാർട്ട് ചെയ്തത്? Who set off a journey around the world because Fogg placed a bet with his friends that he could do it in 80 days. 80 ദിവസം കൊണ്ട് ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കാന് നമ്മുടെ ഫീലിയാസ് ഫോഗ് തന്റെ ഫ്രണ്ട്സിന് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രകാരം നമ്മുടെ ഫീലിയാസ് ഫോഗും അദ്ദേഹത്തിന്റെ സെർവന്റ് ആയ പാസപ്പാറ്റൌട്ടും കൂടിയിട്ട് ഒരു അഡ്വഞ്ചറസ് ജേർണിക്ക് പോയി. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? അതിന്റെ കഥയാണ് എന്ത്? Around the World in 80 Days. ഓക്കെ, നോക്കാം. ക്യാരക്ടേഴ്സ് ആരൊക്കെ? കഥാപാത്രങ്ങള്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നറേറ്റർ. ഫസ്റ്റ് വൺ നറേറ്റർ ആരാ? നറേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ? നമ്മൾക്ക് പറഞ്ഞു തരുന്ന ആളാണ് നറേറ്റ് ചെയ്യുന്ന ആള്. ഫിലിയാസ് ഫോഗ്. ഹിയർ നറേറ്റർ ഈസ് ഫിലിയാസ് ഫോഗ്. ഫിലിയാസ് ഫോഗ് ആണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ, നമ്മുടെ ജെന്റിൽമാൻ എന്ന് പറഞ്ഞു. നമ്മുടെ അറൌണ്ട് ദ വേൾഡ് ഇൻ 80 അഡ്വഞ്ചറസ് ജേർണിക്ക് പോയ ആളുടെ പേരാണ് എന്ത്? ഫിലിയാസ് ഫോഗ്. നെക്സ്റ്റ് ജീൻ പാസപ്പാറ്റൌട്ട്, എ സെർവന്റ്. അദ്ദേഹത്തിന്റെ സെർവന്റിന്റെ പേരെന്താ? സെർവന്റ് ആരാ? വീട്ടുജോലിക്കാരനാണ് അല്ലെ? സെർവന്റിന്റെ പേരെന്താണ്? ജീൻ പാസപ്പാറ്റൌട്ട്. ജീൻ പാസപ്പാറ്റൌട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. ജീൻ പാസപ്പാറ്റൌട്ട്. Then Mr. Fix, a detective. ഡിറ്റക്റ്റീവ് ആരാ? ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എന്നൊക്കെ പറയുന്ന പോലെ ഡിറ്റക്റ്റീവ് ആരാ? ആരോടോ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞേ? What do you mean by detective? ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടില്ലേ? കുറ്റമൊക്കെ അന്വേഷിക്കുന്ന ആളില്ലേ? കുറ്റാന്വേഷകൻ.
ഡിറ്റക്റ്റീവ്. ഓക്കെ, കണ്ടുപിടിക്കുന്ന ആള് ഡിറ്റക്റ്റീവ്. ആരാണ്? മിസ്റ്റർ ഫിക്സ്. ഇത് ഓർത്ത് വെക്കണ ക്യാരക്ടേഴ്സിന്റെ പേര്, എന്നാൽ നമുക്ക് പ്ലേ വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് വൺ നറേറ്റർ, നെക്സ്റ്റ് Phileas Fogg, he is the main character. Next Jean Passepartout, Jean Passepartout, who is a servant. Next Mr. Fix, a detective. Another one Andrew Stuart, friends of Phileas Fogg. Phileas Fogg ന്റെ ഫ്രണ്ട്സിന്റെ പേര് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാ? ആൻഡ്രൂ സ്റ്റുവർട്ട്, ജോൺ സുലിവൻ, സാമുവൽ ഫാലന്റിൻ, തോമസ് ഫ്ലാനഗൻ, then ഗൗതിയോ റാൽഫ്. ആരൊക്കെയാ? ഷോണ് നോക്ക്. ഇംഗ്ലീഷുകാരല്ലടോ, വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാരല്ലേ എഴുതുന്നത്. അപ്പൊ നമ്മുടെ രാമു രവി പോലുള്ള പേരുകൾ ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ്രൂ സ്റ്റുവർട്ട് ഫസ്റ്റ് വൺ ആരാണ്? ആൻഡ്രൂ സ്റ്റുവർട്ട്. ഒന്ന് നോക്കിയേ, വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിയേ എന്റെ മക്കള്. ആൻഡ്രൂ സ്റ്റുവർട്ട്, ജോൺ സുലിവൻ, സാമുവൽ ഫാലന്റിൻ, തോമസ് ഫ്ലാനഗൻ, ഗൗതിയോ റാൽഫ്. They are the friends of Phileas Fogg. Our first one narrator, Phileas Fogg, Jean Passepartout, Mr. Fix, Andrew Stuart, John Sullivan, Samuel Fallentin, Thomas Flanagan, then Gaudiyo Ralph. Okay, they are the characters in this play. And what is the title of our play? Around the World in 80 Days. Around the World in 80 Days. Okay then. Scene 1. Scene 1 മാത്രമാണ് മിസ്സിന് എടുക്കാൻ പോകുന്നത്. Scene 1. Okay. Scene 1. Scene 1. Spotlight on the left front of the stage in front of the curtain. A man dressed in a suit sitting in a chair looking at an old-fashioned watch on a chain. Okay, Anne Maria, turn on a video. ഒരു പ്രാട് ഭാഷ മിസ്സിന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലേ? അപ്പൊ ഒരു പ്ലേക്ക് എന്തെല്ലാം ഉണ്ടാവും? സീൻ ഉണ്ടാകും, ആക്ട് ഉണ്ടാകും, then പിന്നെന്തൊക്കെ ഉണ്ടാകും? കേർട്ടൻ ഉണ്ടാകും, ഒരു സ്റ്റേജ് ഉണ്ടാവും. പ്ലേ എവിടെയാണ്? സ്റ്റേജിലല്ലേ നടക്കുന്നുണ്ടാവുക അല്ലെ? എവിടെയാണ്? സ്റ്റേജിലല്ലേ ഒരു പ്ലേ ഉണ്ടാകുക. നാടകം എവിടെ ഉണ്ടാവുക? സ്റ്റേജിലാണ്. സ്റ്റേജിൽ ഉണ്ടാവും, കർട്ടൻ ഉണ്ടാകും. ഓക്കെ then. അപ്പൊ നമ്മളോട് ഫസ്റ്റ് ഇപ്പൊ എന്താ മലയാളത്തിൽ നാടകം ആരംഭിക്കാൻ പോകുന്നു. ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, കർട്ടൻ ഉയരുന്നു. ഇതൊക്കെ നമ്മൾ എഴുതാറില്ലേ? ഓക്കെ then. Spotlight on the left front of the stage in front of the curtain. കർട്ടന്റെ ഫ്രണ്ടിലായിട്ട് a spotlight on the left front of the ലെഫ്റ്റ് ഫ്രണ്ടിലായിട്ട് എന്താണ്? ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു. Spotlight on the left front of the stage in front of the curtain. അവിടെ എന്താ കാണിക്കുന്നത് നോക്കുക. സ്റ്റേജിൽ ആരാണ് നോക്കുക? A man dressed in a suit sitting in a chair. ഒരു സ്യൂട്ടും കോട്ടൊക്കെ ഇട്ട ഒരു മനുഷ്യൻ ചെയറിൽ ഇരിക്കുന്നതായിട്ടാണ് ഫസ്റ്റ് നമ്മുടെ പ്ലേയിൽ കാണിക്കുന്നത്. കർട്ടൻ പൊങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുന്ന ആരാണ്? ഒരു മനുഷ്യൻ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചെയറിൽ ഇരിക്കുകയാണ്. What he is doing? He is looking at an old-fashioned watch on a chain. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പഴയ ഫാഷനുള്ള ആ വാച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Spotlight on the left front of the stage in front of the curtain. A man dressed in a suit sitting in a chair looking at an old-fashioned watch on a chain. Narrator. First നമ്മുടെ narrator നമ്മളോട് narrate ചെയ്യാണ്. ഒന്നും അറിയാതെ നമ്മളിപ്പോ എന്താ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ആരെ വെയിറ്റ് ചെയ്യുന്നത് നോക്കി നമുക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നറേറ്റർ തരികയാണ്. മിസ് സ്പീഡ് ആവുന്നുണ്ടോ? നറേറ്റർ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മളിലേക്ക് തരികയാണ്. എങ്ങനെയാ? ഫസ്റ്റ് എന്താ പറയുന്നത് നറേറ്റർ? മിസ്റ്റർ ഫീലിയാസ് ഫോഗ്. അപ്പൊ ആ ചെയറിലിരിക്കുന്നത് ആരാണ്? ആരാ? നമ്മുടെ മെയിൻ ക്യാരക്ടർ ആണ്. ഹു ഈസ് അവർ മെയിൻ ക്യാരക്ടർ? മിസ്റ്റർ Phileas Fogg. ആരാണ്? മിസ്റ്റർ Phileas Fogg. Okay. Mr. Phileas Fogg was an English gentleman. Who is he? Mr. Phileas Fogg was an English gentleman. അദ്ദേഹം ആരായിരുന്നു? ഇംഗ്ലീഷ് ജെന്റിൽമാൻ ആണ്. Okay then.
Mr. Phileas Fogg was an English gentleman who lived by himself in Savile Row in London. അദ്ദേഹം എവിടെ താമസിക്കുന്നത്? എവിടെ താമസിക്കുന്ന അദ്ദേഹം? Who lived by himself in Savile Row in London. ലണ്ടനില് സാവിലെ റോയില് അദ്ദേഹം തനിയായിരുന്നു താമസിച്ചിരുന്നത്. എന്തായിരുന്നു മക്കളെ? മിസ് ഫെയ്ത്ത് പറഞ്ഞു ഫെയ്ത്തിന് കയറാൻ പറ്റുന്നില്ലെന്ന്. Okay. Okay, now stop messaging him. You have to listen here, okay? Then, Mr. Phileas Fogg was an English gentleman who lived by himself in Savile Row in London. Who lived by himself എന്ന് പറഞ്ഞാൽ എന്താ? തനിയെയാണല്ലേ, വേറെ ആരും തന്നെ ആ വീട്ടിലില്ല. ഓക്കെ, ലണ്ടനിലെ സാവിലെ റോയില് അദ്ദേഹം തനിയായിരുന്നു താമസിച്ചിരുന്നത്. Who is he? He is an English gentleman. He was not married and seemed to have no relatives. He was not married. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. He was not married and seemed to have no relatives. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അധികം ഒരു റിലേറ്റീവ്സും ഒരു ബന്ധുക്കളും ഇല്ല എന്നാണ് നമുക്ക് അറിയാവുന്നത്. അറിയാൻ പറ്റുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഒരു റിലേറ്റീവ്സും ഇല്ല, അദ്ദേഹത്തിന് ഒരു ബന്ധുക്കളും ഇല്ല, തനിയെ ആയിരുന്നു. He lived by himself in Savile Row at London. Though he did not hold a regular job, he seemed to be quite rich. നോക്കാ, കൈ തൊട്ട് വായിക്കേണ്ട മക്കള്. Though he did not hold a regular job. Regular job എന്താ? സ്ഥിരമായിട്ടുള്ള ഒരു ജോബ് അല്ലേ? അദ്ദേഹത്തിന് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല എങ്കിലും he seemed to be quite rich. Quite, what do you mean by quite? Quite. Quite. തികച്ചും. Okay, quite means quite. Quite means തികച്ചും. സ്പെല്ലിംഗ് നോക്കണേ. അപ്പോ he was though he did not hold a regular job, he seemed to be quite rich. അദ്ദേഹത്തിന് റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് ഒരു ജോലി ഇല്ലെങ്കിലും അദ്ദേഹം തികച്ചും ഒരു പണക്കാരനെ പോലെ ആയിരുന്നു കാഴ്ചയിൽ. ഒരു പണക്കാരനെ പോലെയായിരുന്നു എപ്പോഴും ജീവിച്ചിരുന്നത്. He seemed to be quite rich. കാഴ്ചയിൽ അദ്ദേഹം ഒരു പണക്കാരനായിരുന്നു. He went to his club, the Reform Club, every day without fail, but did not go around the town too much. അദ്ദേഹം എന്താ ചെയ്യുന്നത്? He went to his club, a Reform Club, every day without fail. എല്ലാ ദിവസവും അയാൾ ചെയ്യുന്ന ഒരു പണി എന്തെന്നറിയോ? എല്ലാ ദിവസവും അയാള് ആ റിഫോം ക്ലബിൽ പോകും. അദ്ദേഹത്തിന്റെ ക്ലബിന്റെ പേരെന്തായിരുന്നു? റിഫോം ക്ലബ്. എല്ലാ ദിവസവും മുടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലബിൽ പോവുമായിരുന്നു. He went to his club, the Reform Club, every day without fail, but did not go around town too much. പക്ഷെ എന്ത് ചെയ്യില്ല, ടൗണിലേക്ക് അധികം പോകാറേ ഇല്ല. ടൗണിലേക്കൊന്നും അധികം പോകില്ല, വേറെ ഒരു സ്ഥലത്തേക്കും പോകില്ല. പക്ഷെ മുടങ്ങാതെ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ക്ലബിലേക്ക് അദ്ദേഹം പോവുമായിരുന്നു. Even his friends did not know much about him. Okay, even his friends did not know much about him. എന്ന് വെച്ചാൽ എന്താ? അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് പോലും അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് അറിയില്ലായിരുന്നു. കാരണം എന്താ? അദ്ദേഹം ടൗണിലേക്കൊന്നും ഇറങ്ങില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു ആരും നമ്മുടെ ഫിലിയാസ് ഫോഗ്. അദ്ദേഹത്തിന്റെ ബാക്കി ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ കേൾക്കും, പറഞ്ഞു തരാം മിസ്. ഈവൻ ഹിസ് ഫ്രണ്ട്സ് ഡിഡ് നോട്ട് നോ മച്ച് അബൌട്ട് ഹിം. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിന് പോലും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. എക്സെപ്റ്റ്, ഒഴികെ. എക്സെപ്റ്റ് മീൻസ് ഒഴികെ. എക്സെപ്റ്റ് ദാറ്റ് ഹി വാസ് എ മാൻ വിത്ത് an orderly mind and regular habits who lived by the clock. എങ്ങനെയുള്ള മനുഷ്യനാണ് പറയുന്നത് നോക്കോ. Except that he was a man with an orderly mind and regular habits. Regular habits means mannerisms. എല്ലാ ദിവസവും ഒരുപോലെയായിരുന്നു അദ്ദേഹം. അതായത് ക്ലോക്ക്, എന്താ ക്ലോക്ക് കറങ്ങുന്ന പോലെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. കാരണം ഇന്ന് രാവിലെ 9 മണിക്ക് ചായ കുടിച്ചുവെങ്കിൽ ഇന്ന് നമ്മൾ 7 മണിക്കായിരിക്കും ചായ കുടിക്കുന്നുണ്ടാവുക. നാളെ രാവിലെ നമ്മൾ ചിലപ്പോൾ 7:30 മറ്റന്നാൾ ചിലപ്പോൾ 8 മണിയാവും. നമുക്കറിയില്ല അല്ലെ? സമയം നമുക്ക് മാറിപ്പോ. നമ്മൾ ഇപ്പോ കറക്റ്റ് 1 മണിക്ക് തന്നെ നമ്മൾ ഷാർപ്പ്
1 മണിക്ക് നമ്മൾ ഭക്ഷണം ഉച്ചഭക്ഷണം കഴിക്കാറുണ്ടോ? ലഞ്ച് കഴിക്കാറുണ്ടോ? നോ, ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ഈ മനുഷ്യനുണ്ടല്ലോ, നമ്മുടെ ഫീലിയസ് ഫോഗ് ഇന്ന് 7 മണിക്കാണ് ചായ കുടിച്ചുവെങ്കിൽ പിറ്റേ ദിവസം 7 മണിക്ക് തന്നെ അദ്ദേഹം ചായ കുടിക്കും, വിത്തൗട്ട് എനി ഫെയിൽ. ഓക്കെ, അതാണ് പറഞ്ഞ എന്താ ക്ലോക്കിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, who lived by the clock. ക്ലോക്ക് അനുസരിച്ചിട്ട് മാത്രമേ അദ്ദേഹം എല്ലാ പ്രവൃത്തിയും ചെയ്തുള്ളൂ. ഓക്കെ, he did the same things every day at the same time to the minute. നോക്ക്, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും മാറ്റമില്ല. ഇപ്പൊ 1 മണിക്ക് ഉച്ചക്ക് ലഞ്ച് കഴിച്ചുവെങ്കിൽ കറക്റ്റ് പിറ്റേ ദിവസം 1:05 പോലും ആവില്ല. കറക്റ്റ് ഷാർപ്പ് 1 PM അദ്ദേഹം എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. ഓക്കെ, who lived by the clock. He did the same things every day at the same time. നോക്കിയേ, എല്ലാ കാര്യങ്ങളും ഒരേ സമയത്താണ് എല്ലാ ദിവസങ്ങളിലും ചെയ്യുന്നത്. അതൊരു മിനിറ്റ് പോലും വ്യത്യാസം വരില്ല. Today is 2 October 1872. ഇന്ന് ഏതാ ദിവസം? Today is October 2 October 1872. 1872 ഒക്ടോബർ 2 ആണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം ഏതാ? 1872. 1872 October 2. Okay. Mr. Fogg has just dismissed his previous servant because he brought in water for shaving that was 2 degrees colder than it should have been. Okay. ഒരു കോമഡി ഉണ്ട് കേട്ടോ. ഇന്ന് ഏതാ ദിവസം എന്നാ പറഞ്ഞത്? 1872 October 2 അല്ലെ? അന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. കാരണം നമ്മുടെ മിസ്റ്റർ ഫോഗ് അവരുടെ സെർവന്റിനെ, പ്രീവിയസ് സെർവന്റിനെ, മുമ്പേ ഉണ്ടായിരുന്ന സെർവന്റിനെ പിരിച്ചു വിട്ടു. ഈ ഒക്ടോബർ 2 1872 അദ്ദേഹം തന്റെ പ്രീവിയസ് സെർവന്റിനെ പിരിച്ചുവിട്ടു. എന്തിനു വേണ്ടിട്ടാ? ബിക്കോസ് he brought in water for shaving. ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് ആ സെർവന്റ് കൊടുത്ത വെള്ളത്തിന്, എല്ലാം നമ്മുടെ സെർവന്റ് ചെയ്തു കൊടുക്കണം നമ്മുടെ ഫോഗിന്. അവ ഷേവിംഗ് വാട്ടർ എന്തായിരുന്നു അറിയോ? എപ്പോഴും ഉണ്ടാകുന്ന, എപ്പോഴും കൊടുക്കുന്ന വെള്ളത്തിനേക്കാളും 2 ഡിഗ്രി തണുപ്പ് കൂടിപ്പോയി. ഓക്കെ, 2 ഡിഗ്രി കോൾഡ് ആയി പോയത് കൊണ്ട് നമ്മുടെ ആ പ്രീവിയസ് സെർവന്റിനെ അദ്ദേഹം പിരിച്ചു വിട്ടു. ഇത് കാണിക്കുന്ന എന്താ? അത്രയും കർക്കശക്കാരനാണ് എന്ത്? എല്ലാ കാര്യത്തിനും അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ഓക്കെ, ആ ഷേവിംഗ് വാട്ടർ, ഷേവ് ചെയ്യാൻ എടുക്കുന്ന വാട്ടർ, കുടിക്കാൻ പോലും അല്ല, ആ ഷേവിംഗ് വാട്ടർ 2 ഡിഗ്രി തണുപ്പ് കൂടി പോയി. അതൊക്കെ അളന്ന് നോക്കിയിട്ടാണ് ഷേവ് ചെയ്യാൻ പോകുന്നത് ആ മനുഷ്യൻ. ഓക്കെ, okay, Mr. Fogg has just dismissed. ഞാനൊന്ന് ഞെട്ടിപ്പോയതാ, sorry. We can continue. Mr. Fogg has just dismissed his previous servant because he brought in water for shaving that was 2 degrees colder than it should have been. എന്താ പറഞ്ഞത്? ഷേവിംഗ് വാട്ടർ 2 ഡിഗ്രി തണുപ്പ് കൂടി പോയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രീവിയസ് സെർവന്റിനെ പിരിച്ചുവിട്ടു. A man enters from the left and approaches Mr. Fogg. അപ്പോഴായിരുന്നു സ്റ്റേജിൽ ആര് വന്നത്? A man enters. Enters means കടന്നു വരിക. A man enters from the left. ഇടത് ഭാഗത്തുനിന്ന്, സ്റ്റേജിന്റെ ഇടത് ഭാഗത്തുനിന്ന് ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. And approaches Mr. Fogg. നമ്മുടെ ഫ്രോഗിനെ അപ്രോച്ച്, ഫ്രോഗിന്റെ അടുത്തേക്കാണ് ആ മനുഷ്യൻ വരുന്നത്. Mr. Fogg, have you come about the job? അപ്പം നമ്മുടെ മിസ്റ്റർ ഫോഗ് ചോദിക്കാണ്, have you come about the job? നിങ്ങൾ ജോബിന് വേണ്ടിട്ട് വന്നതാണോ? അല്ല നിങ്ങൾ ജോബ് അന്വേഷിച്ച് വന്നതാണോ? Did you come up, have you come about the job? The man, അപ്പൊ മനുഷ്യൻ പറഞ്ഞു, yes sir, അതെ, my name is Jean Passepartout. എന്തൊക്കെ പേരാണല്ലേ? Okay, pronounced Jean Passepartout. Pronounced Jean Passepartout. അപ്പൊ ജീൻ പാസെപാറ്റൗട്ട് എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Jean Passepartout. അത് മതിയല്ലേ? അതാണ് എളുപ്പം. Passepartout. Okay. Okay, yes sir, my name is Jean Passepartout. എന്റെ പേര് Jean Passepartout എന്നാണ്. Mr. Fogg, well, I hope you can stick to time. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ ടൈമിലെല്ലാം കറക്റ്റ് ആയിരിക്കും. ടൈമിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
You can stick to time. I get up early morning at 8 o'clock. എന്നിട്ട് അദ്ദേഹത്തിന്റെ ടൈം ടേബിൾ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്. ഒരു സെർവന്റ് പുതുതായിട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ ടൈം ടേബിൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതേ സമയത്ത് എനിക്ക് ലഞ്ചും ടീയും ഒക്കെ കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞു കൊടുക്കാണ്. I hope you can stick to time. I get up early morning. I get up every morning at 8 o'clock. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. I get up every morning at 8 o'clock. I want my tea and toast at exactly 23 minutes past 8. എന്ത് മനുഷ്യനാണല്ലേ അദ്ദേഹം? അല്ല, എന്നിട്ട് അദ്ദേഹം പറയണേ, എനിക്ക് എന്റെ ചായ റോസ്റ്റും കിട്ടുന്ന എത്ര മണിക്ക്, ടോസ്റ്റും കിട്ടേണ്ട എത്ര മണിക്കാന്നറിയോ? 8 മണിക്ക് ഞാൻ എണീക്കും. 8 മണി കഴിഞ്ഞിട്ട് 23 മിനിറ്റ് കഴിയുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം? എന്റെ ടീയും ടോസ്റ്റും എനിക്ക് കിട്ടണം. 25 അരമണിക്കൂർ എന്ന് പറഞ്ഞ എളുപ്പമുണ്ട്. ഇത് 23 മിനിറ്റ് കറക്റ്റ് നോക്കണ്ടേ? നോക്ക്. I want my tea and toast at exactly 23 minutes past 8. എന്ന് വെച്ചാൽ 8 മണി കഴിഞ്ഞിട്ട് 23 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എന്റെ ചായ കിട്ടണം. You shall bring in my shaving water at 37 minutes past 9 at 84 degrees for heat. Okay? Foreign heat. നോക്കാം. You shall bring in my shaving water. ഇനി എന്റെ ഷേവിംഗ് വാട്ടർ എത്ര മണിക്കാണ് കിട്ടേണ്ടതെന്ന് അറിയോ? 37 minutes past 9. 9 മണി കഴിഞ്ഞ് 37 മിനിറ്റ്സ് കഴിയുന്ന സമയത്ത് എനിക്ക് എന്റെ ഷേവിംഗ് വാട്ടർ കിട്ടണം. അതിന്റെ കോൾഡ് എത്രയായിരിക്കണം? 84 degrees Fahrenheit ആയിരിക്കണം അതിന്റെ അളവ്. Okay then. I have my bath and dress at 20 to 10. Okay. പിന്നെന്താ? 10 മണി മുതൽ 20 to 10 അല്ലേ? 10 മണി മുതൽ 20 മിനിറ്റ് എനിക്ക് എന്താ? എന്റെ കുളിയും എന്റെ ഡ്രസ് ഇടാൻ വേണ്ടി എനിക്ക് എത്ര സമയം വേണം? 20 മിനിറ്റ് വേണം. Okay then. I leave the house exactly at 11:30 for the Reform Club. ഞാൻ എല്ലാ ദിവസവും റിഫോം ക്ലബിലേക്ക് എത്ര മണിക്കാ പോവാ? I leave the house. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് 11:30 ആണ്. അതായത് 11:30. 11:30 എന്ന് വെച്ചാൽ 11:30. ഫോർ ദ റിഫോം ക്ലബ്. 11:30 ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. എങ്ങോട്ടേക്കാ? റിഫോം ക്ലബിലേക്ക്. I have my meals at the club and come back home at midnight. ഞാൻ എങ്ങോട്ടേക്ക് പോകും? ക്ലബിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വരുന്നത് മിഡ്നൈറ്റിലായിരിക്കും. ഓക്കെ. എന്റെ മീൽസ്, എന്റെ ഭക്ഷണം എവിടുന്നായിരിക്കും? ക്ലബിൽ നിന്നായിരിക്കും. This is my invariable routine every day. Invariable means unchangeable. അവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, unchangeable. Okay. This is my invariable. This is my unchangeable routine every day. ഇതാണ് എല്ലാ ദിവസവും എന്റെ routine. Okay. I will tolerate no change or delay in anything. ഞാൻ ഒരു കാര്യത്തിനും ഡിലേ വരത്തില്ല. ഓക്കെ. അതിന് നോ കോംപ്രമൈസ് ആണ് അല്ലേ? എനിക്ക് 1 മിനിറ്റ് അല്ലെ 1 സെക്കൻഡ് പോലും എന്റെ സമയത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. I will tolerate no change or delay in anything. ഒന്നിലും ഒരു ഡിലേ വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. What is the time now? ഇപ്പൊ എന്താ ഈ സമയം? Then നമ്മുടെ പാസ്പെറ്റ് പറയാണ് it is 22 minutes past 11. ഇപ്പൊ സമയം എത്രയായി? 11 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയി. Mr. Fogg, you are 4 minutes too slow, but it does not matter. Then from this moment to the Reform Club now and will be back at midnight. Please look at the instructions in the pantry and follow them. എന്നിട്ട് പറയാണ്, സോറി അതിന് മുന്നേ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു അല്ലേ? You are 4 minutes too slow, but it does not matter. Then from this moment, 26 minutes after 11 a.m. Wednesday, 2 October 1872, you are in my service. I am going to the Reform Club. Now I will be back at midnight. എന്നിട്ട് പറയണേ, ഇപ്പൊ എന്താ? ഇപ്പൊ എത്രയാ സമയം? 26 minutes after 11. And now, today, 1872, October 2, you are in my service. എന്നിട്ട് പറയണേ, ഇപ്പൊ 11 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഏതാണ്? 1872 ആണ്. ഒക്ടോബർ 2 ആണ്. ഈ സമയം മുതൽ നീ ആരാണ്?
You are in my service. You are my servant. നീ എന്റെ സർവീസിലാണ്, നീ എന്റെ സെർവന്റ് ആണ്. I am going to the reform club now and will be back at midnight. Okay, ഞാനിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നത്? റിഫോം ക്ലബിലേക്ക് പോവാണ്. ഞാൻ മിഡ്നൈറ്റിൽ വരും. Please look at the instructions in the pantry and follow them. What do you mean by pantry? Here the meaning of pantry is a small room usually near a kitchen. നമ്മുടെ സ്റ്റോർ റൂം എന്നൊക്കെ പറയാറില്ലേ? അടുക്കളയുടെ അടുത്തായിട്ട് നമ്മുടെ അടുക്കളത്തെ സാധനമൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റോർ റൂം ഉണ്ടാവില്ലേടോ? ഇപ്പോഴത്തെ വീടുകൾക്ക് പൊതുവെ കുറവാണ്. ഓക്കെ, please look at the instructions in the pantry and follow them. എന്നിട്ട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യാ, പാൻട്രിയിൽ പോയിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. Then narrator, after engaging Passepartout, അപ്പൊ Passepartout ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം Phileas Fogg reached the reform club and went at once to the dining room, where he took his usual table. Okay, എന്നിട്ട് നമ്മുടെ റിഫോം ക്ലബിലേക്ക് പോയി. Okay, Fogg reached the reform club and went at once to the dining room. ആദ്യം നമ്മുടെ ഫിലിയസ് ഫോഗ് എങ്ങോട്ടേക്ക് പോയി? റിഫോം ക്ലബിലേക്ക് പോയി. അവിടുന്ന് ഡൈനിങ് റൂമിലേക്ക് പോയി. Where he took his usual table. അദ്ദേഹം അദ്ദേഹത്തിന്റെ എപ്പോഴും ഇരിക്കുന്ന യൂഷ്വൽ ടേബിളിൽ ഇരുന്നു. Then his lunch was ready for him. അദ്ദേഹത്തിന്റെ ലഞ്ച് അവിടെ റെഡി ആയിരുന്നു. At 12:47 p.m. he rose and went towards the large hall where he read newspaper till the dinner hour. അദ്ദേഹം എന്ത് ചെയ്തു? He rose and went towards the large hall. അദ്ദേഹം ഒരു വലിയ ഹാളിലേക്ക് പോയി. Where he read a newspaper till the dinner hour. അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള സമയമാവുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്തു? He read newspaper. അദ്ദേഹം പത്രം വായിച്ചു. After finishing dinner at 5:40. 5:40 വരെ ഡിന്നർ കഴിച്ചോ? After finishing dinner 5:40 p.m. വൈകുന്നേരം 5:40 ആവുന്നത് വരെ അദ്ദേഹം എന്താ ചെയ്തത്? He went back to the card room and waiting for his friends. 5:40 നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞ പാടെ അദ്ദേഹം കാർഡ് റൂമിലേക്ക് പോയി. ഓക്കെ, എന്തിനു വേണ്ടിട്ടാ? കളിക്കാൻ വേണ്ടിട്ടായിരിക്കും. Then he waited for his friends. ആരൊക്കെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു? അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. Andrew Stuart, John Sullivan, Samuel Fallentin, Thomas Flanagan and Gauthier Ralph to join him at 6:10 p.m. 6:10 വരെ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനെ നോക്കിയിരുന്നു. എന്തിനു വേണ്ടിട്ടാ? കളിക്കാൻ വേണ്ടി, ഗെയിംസ് കളിക്കാൻ വേണ്ടിട്ട്. On any other day, Mr. Fogg would have played whist. What do you mean by whist? That is a card game. നിങ്ങൾക്ക് അറിയില്ല, whist എന്ന് പറഞ്ഞ ഒരു കാർഡ് ഗെയിം ആണ് പോലും. പണ്ടത്തെ ഇംഗ്ലീഷുകാർ കളിച്ചൊരു കാർഡ് ഗെയിമിനാണ് എന്ത് പറയാ? whist എന്ന് പറയാ. Okay, with his friends till midnight and would have gone back home. On any other day, Mr. Fogg would have played whist, a card game, with his friends till midnight and would have been gone back home. അപ്പൊ അദ്ദേഹത്തിന്റെ പണി എന്താ? ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അറിയോ? ഈ 6:10 മുതലേ രാത്രി ഈ മിഡ്നൈറ്റ് വരെ അദ്ദേഹം തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കാർഡ് ഗെയിംസ് കളിക്കും. എന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. But 2 October 1872 was different. പക്ഷേ ഒക്ടോബർ 2 1872 ഡിഫറെന്റ് ആയിരുന്നു, വ്യത്യസ്തമായിരുന്നു. While Mr. Fogg and his friends were playing whist, there was a discussion about a bank robbery that had been reported in the paper that day. 55,000 pounds had been stolen, and it was said that the thief had fled the country in the guise of an English gentleman. 1 minute. ഓക്കെ, എന്താ മക്കളെ? അപ്പൊ 1872 ഒക്ടോബർ 2 അതിൽ നിന്നും ഡിഫറെന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. While Mr. Fogg and his friends were playing whist. അങ്ങനെ നമ്മുടെ ഫിലിയാസ് ഫോഗും തന്റെ ഫ്രണ്ട്സും വിസ്റ്റ് എന്ന കാർഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് there was a discussion about a bank robbery. Robbery means
പിടിച്ചുപറി, മോഷണം. പിടിച്ചുപറിയാണ് എന്ത്? റോബറി. അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. എന്താ? ബാങ്ക് റോബറിനെ കുറിച്ച് അന്നേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയെ കുറിച്ച് അവരൊരു ഡിസ്കഷൻ നടത്തി. Discussion about a bank robbery that had been reported in the paper that day. Okay, അന്നേ ദിവസം പേപ്പറിൽ റിപ്പോർട്ട് ചെയ്ത ബാങ്ക് റോബറിയെ കുറിച്ചിട്ട് അന്ന് ഡിസ്കഷൻ ഉണ്ടായി. 55,000 pounds had been stolen, and it was said that the thief had fled the country in the guise of an English gentleman. നോക്കൂ മക്കളെ, എത്ര രൂപയാണ് അടിച്ചുകൊണ്ട് പോയത് ആ ബാങ്കിൽ നിന്നും? 55,000 പൗണ്ട്സ്. പൗണ്ട്സിന്റെ കണക്ക് നമ്മൾക്ക് അറിയില്ല. ഏതായാലും 55,000 പൗണ്ട്സ് കട്ടുകൊണ്ട് പോയി, ആ പിടിച്ചുപറിക്കാർ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. Okay, and it was said that the thief had fled the country in the guise of an English gentleman. ഒരു ഇംഗ്ലീഷ് ജെന്റിൽമാന്റെ വേഷം ധരിച്ചായിരുന്നു ആ മോഷണക്കാര് അത് പിടിച്ചു പറിച്ചത്. Okay, I think that's enough for today. Next is scene 2 ആണ്. അതിന് എടുക്കണ്ടല്ലോ. മിസ് ഒന്ന് സ്പീഡിൽ വായിച്ചു തരട്ടെ. ഇത് വായിച്ചു തരട്ടെ, മക്കൾക്ക് മീനിങ് കിട്ടുന്നുണ്ടോ നോക്കണേ. Spotlight on the left front of the stage in the front of the curtain. മിസ് കുറച്ച് സ്പീഡിലാണ് വായിക്കുന്നത്. സ്പീഡിൽ വായിക്കാൻ പഠിക്കണ്ടേ? നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്ക്. A man dressed in a suit sitting in a chair looking at an old-fashioned watch on a chain. Narrator. Mr. Phileas Fogg was an English gentleman who lived by himself in Savile Row in London. He was not married and seemed to have no relatives. Though he did not hold a regular job, he seemed to be quite rich. He went to his club, the Reform Club, every day without fail, but did not go around town too much. Even his friends did not know much about him, except that he was a man with an orderly mind and regular habits, who lived by the clock. He did the same things every day at the same time, to minute. All of you look at your textbook. Today is 2 October 1872. Mr. Fogg has just dismissed his previous servant because he brought in water for shaving that was 2 degrees colder than it should have been. A man enters from the left and approaches Mr. Fogg. Mr. Fogg, have you come about the job? Yes, sir. My name is John Passepartout. Fogg, well, I hope you can stick to time. I get up every morning at 8 o'clock. I want my tea and toast at exactly 23 minutes past 8. You shall bring in my shaving water at 37 minutes past 9 at 84 degrees Fahrenheit. I have my bath and dress at 20 to 10. I leave the house exactly at 11:30 for the Reform Club. I have many meals at the club and come back at midnight. This is my invariable routine every day. I will tolerate no change or delay in anything. What is the time now? Passepartout. It is 22 minutes past 11. നമ്മുടെ ക്ലാസ് ഏത് സമയത്ത് മൈൻഡ് അപ്പ് ആവാം. Okay, that's enough for today. Okay, you have to read this chapter minimum 3 times. 3 പ്രാവശ്യമെങ്കിലും ഇത്രയും ഭാഗം വായിച്ചിട്ട് വരിക. Okay, then bye. See you in the next class. നമ്മളെ മക്കളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരണേ. Okay, then bye.